വൈദികർ ഇവിടെ എത്തിയ ഉടനെ തന്നെ പോലീസുകാരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ അരമനയിലുള്ള സൈമൺ പള്ളുപ്പിട്ടയും അതേപോലെ ജോഷി പുതുവയും പോലീസുകാരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അവരുടെ മെത്രാസന ഭവനത്തിൽ വരുമ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തി എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് നമുക്ക് ഉടനെ മനസ്സിലാകും. ഇവർ വളരെ ആകുലരാണ്, വളരെ അസ്വസ്ഥരാണ്. ഇവിടെയുള്ളവരുടെ എണ്ണം എടുക്കുന്നുണ്ട്. ബലമായിട്ട് പുറത്താക്കാനാണോ എന്തിനാണെന്നറിയില്ല. ഞങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അധർമ്മികളായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ കൂരിയയിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നത് ഞങ്ങൾക്കിനി സഹിക്കാവുന്ന കാര്യമല്ല. ഞങ്ങളുടെ ഇടവകൾ, ഞങ്ങളുടെ വിശ്വാസികളെ വളരെയധികം പീഡിപ്പിക്കുന്ന തരത്തിൽ ഈ ക്രിമിനലുകളായിട്ടുള്ള കൂരിയ അംഗങ്ങൾ പല രീതിയിൽ വൈദികരെ സസ്പെൻഡ് ചെയ്തും സ്ഥലം മാറ്റിയും ഒക്കെ പീഡിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ നിയമവിരുദ്ധമായ അന്യായമായ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. 2 മാസത്തോളം ഞങ്ങൾ സഹിച്ചു. ഇനി ഇതിനൊരു മാറ്റം കാണുന്നില്ല. 3 ദിവസത്തെ നിരാഹാര പ്രാർത്ഥനായജ്ഞം അങ്കമാലിയിൽ നടന്നു. പക്ഷേ അതിനോട് സഭാധികാരികൾ ആരും തന്നെ പ്രതികരിക്കുന്നതായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഈ ഭരണകേന്ദ്രത്തിൽ അധാർമികത കുടിവാഴുന്ന ഇവിടേക്ക് തന്നെ ഞങ്ങൾ വന്നതിൻ്റെ കാരണം അതാണ്. താങ്ക് യു.